എടി നാണുണ്ടോടി സ്ത്രീയെ? നീ ഇന്നലെ ഞങ്ങൾ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് വിട്ടിട്ട് അവിടെ അതെ കുറച്ച് പതുക്കെ പറഞ്ഞാലും കേക്കാം. പിന്നെ അവർ ചുമ്മാ ഓരോ കുറ്റം ഉണ്ടാക്കി പറയാ. ഉറങ്ങാൻ വേണ്ടിട്ട് എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി ഈ നാടകത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇറങ്ങിക്കോളും ഓരോ ആർട്ടിഫിഷ്യൽ കുടുംബ സ്ത്രീകൾ. കുറച്ച് വാക്കുകൾ നന്നായിട്ട് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. റോസിക്കന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. ഞാൻ നിങ്ങളെ പോലെ മാലാക പുണ്യാളനും കളിക്കാൻ വേണ്ടിട്ടല്ല ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. എന്റെ പേരിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയാമോ? കൊടുങ്കാറ്റ്. ഇന്നിനി നീ മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. എന്റെ പേരിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയാമോ? കൊടുങ്കാറ്റ്. നീ വെറുതെ അല്ല കൊടുങ്കാറ്റിൽ ആഡിയോ ചെയ്യണത്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. വെറുതെ അല്ല കൊടുങ്കാറ്റിൽ ആഡിയോ ചെയ്യണത്. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, ടീൻവീട്ടിന്റെ കൊലയാണെങ്കിലും ആടും, നടന്നീങ്ങിന്റെ കൊലയാണെങ്കിൽ ആടില്ല. ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് എന്നെ അറിയാൻ പാടില്ലേ? ഞാൻ അത്ര പാവൊന്നുമല്ല. ഇടഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കും. എന്റെ സ്വഭാവം മഹാ കച്ചറയാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. വാക്കുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിവരം അറിയും ചിലപ്പോ. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ.